റോഡിനരികിലെ വാഗമരച്ചോട്ടിൽ ഇരുന്നും കൊണ്ടൊരു കൂലിപ്പണിക്കാരൻ ഒറ്റയ്ക്കങ്ങിരുന്നു ചിന്തിക്കുകയാണ്. വാടക വീട്ടിൽ പണമടയ്ക്കാൻ ഞങ്ങളെ പുറത്താക്കിയില്ലേ. ഭാര്യയും കുഞ്ഞും അവരുടെ വീട്ടിലാണ്. കേരള നാട്ടിലൊരു വേടി മണ്ണില്ലാത്ത ഈ ഞാൻ എന്തിനീ ജീവിക്കുന്നു ദൈവമേ. എന്തായാലും അക്കാണും കോടീശ്വരനോടൊരു 2 സെന്റ് മണ്ണു ചോദിച്ചാലോ. അങ്ങനെ ഞാനൊരു 2 സെന്റ് മണ്ണും കാര്യം കോടീശ്വരനോട് ചോദിക്കുകയായി. പോടാ പുല്ലേ, 1 സെന്റ് മണ്ണു പോലും ഞാൻ നിനക്കായി തരില്ല. ഏക്കറു കണക്കിന് എനിക്ക് മണ്ണുണ്ട്. നമ്മുടെ കൂലിപ്പണിക്കാരൻ കരഞ്ഞും കൊണ്ടങ്ങു പോകാനൊരുങ്ങി. അപ്പോഴേക്കുന്ന ആ കോടീശ്വരൻ അറ്റാക്കു വന്നങ്ങു വീഴുകയായി. പെട്ടെന്ന് കൂലിപ്പണിക്കാരൻ കോടീശ്വരനെ താങ്ങിയെടുത്തും കൊണ്ടങ്ങു ഹോസ്പിറ്റലിലാക്കി. അവിടെ കിടന്നങ്ങു കോടീശ്വരൻ ചിന്തിക്കുകയാണ്. എന്തായാലും ഞാൻ വീട്ടിൽ വരും വരെ ആ കൂലിപ്പണിക്കാരൻ എന്നോടൊപ്പമുണ്ടായിരുന്നു. അവനെ ഞാനന്നു വിട്ടറിയില്ല. നിനക്കായി ഞാൻ 10 സെന്റ് മണ്ണും പണവും തന്നിടാം. ഞാനീ വാരിക്കൂട്ടുന്നതൊന്നും കൂലിപ്പണിക്കാരാ. രോഗത്തിൻ്റെ മുമ്പിൽ വന്നു മരണത്തിൽ പെട്ടുപോയാൽ എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയല്ലേ. അതുകൊണ്ടിനിമേൽ ഞാനീ പട്ടിണി പാവങ്ങളെ കണ്ടുപിടിക്കും. വേണ്ടതെല്ലാം കൊടുക്കുമേ. ഞാനും അവനും ഈ മണ്ണിൽ നിന്നങ്ങു മറയേണ്ടവരല്ലേ. എന്തിനു ഞാനീ വാശി പിടിച്ചു വാരിക്കൂട്ടുന്നു